ദൈവപിതാവിൻ്റെ ഹിതമനുസരിച്ച് വിശുദ്ധമായ ജീവിതം നയിച്ച ഓരോ വിശുദ്ധരുടെയും ജീവിതം നമുക്കെന്നൊരു പ്രചോദനമാണ്. ക്രൈസ്തവ ജീവിതത്തെ എപ്രകാരം ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കാമെന്ന് ഓരോ കാലഘട്ടത്തിലും നമുക്ക് കാണിച്ചു തന്ന പുണ്യാത്മാക്കളാണ് ഓരോ വിശുദ്ധരും. ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, അപ്രകാരം വിശുദ്ധരുടെ ജീവിതങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു പോകുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നമ്മുടെയും ജീവിതം അല്പം കൂടെ മെച്ചപ്പെടുത്തണം, അല്പം കൂടെ കൃപ നിറഞ്ഞതാക്കണം, അല്പം കൂടെ ദൈവോന്മുഖമാക്കണം എന്നൊരു പ്രേരണയും ഒരാഗ്രഹവും ഓരോ വിശുദ്ധരുടെയും ജീവിതം നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു ചിന്തകൾ സമ്മാനിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എളിമയിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഈ ലോകത്തിൽ വലിയ ഒരു ജീവിത മാതൃക കാണിച്ചു നൽകിയ വിശുദ്ധ ഫിലിപ്പ് നേരിയെക്കുറിച്ചാണ്. ആയിരത്തി 515 ഫ്ലോറൻസിൽ ജനിച്ച ഈ വിശുദ്ധൻ്റെ ജീവിതം പ്രിയമുള്ളവരെ വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ജീവിതമാണ്. അതിലേറെ നമ്മുടെ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് മാതൃകയായിട്ട് സ്വീകരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണ്. വിശുദ്ധൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഏറ്റവും മനോഹരമായിട്ട് അതിൽ എന്നെ സ്പർശിച്ച ഒരു കാര്യം, അതിൻ്റെ വിശുദ്ധൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ അതിൻ്റെ ആരംഭ വരികളിൽ ഇപ്രകാരമുണ്ട്: കുഞ്ഞുനാൾ മുതൽ മാതാപിതാക്കളോടുള്ള വലിയൊരു വിധേയത്വം, അനുസരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. മാതാപിതാക്കളോട് വിധേയപ്പെട്ട് അനുസരണത്തോടെ ജീവിച്ച് മുന്നോട്ട് പോയപ്പോൾ അത് തന്നെ വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാറുകയാണ്. നമ്മൾ സുവിശേഷത്തിൽ കാണുന്ന പോലെ ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവ മനുഷ്യ പ്രീതിയിൽ ജീവിച്ചു എന്നതുപോലെ വചനം വീണ്ടും നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 2-ാം തിരുവചനം, ഇതാ നിൻ്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, നിനക്ക് ദീർഘായുസ്സുണ്ടാകും, നിൻ്റെ അധ്വാനങ്ങൾ ഫലവത്താകും. അപ്പം മാതാപിതാക്കളോട് വലിയൊരു സ്നേഹവും വാത്സല്യവും അതിലേറെ ഒരു വിധേയത്വം വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ കുഞ്ഞുനാൾ മുതൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ വിശുദ്ധിയിലേക്ക് നയിച്ചതിൻ്റെ ഒരു ആരംഭ ഘടകമായിട്ട് നമുക്കതിനെ കാണുവാനായിട്ട് സാധിക്കും. കുഞ്ഞുനാളിലെ പഠനങ്ങൾക്ക് ശേഷം അദ്ദേഹം 18-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുവായ അദ്ദേഹത്തിൻ്റെ ചിറ്റപ്പൻ്റെ ഭവനത്തിലേക്ക് മോന്തെ കസീനോയിലേക്ക് യാത്രയായി. വലിയൊരു സമ്പന്നനായിരുന്നു അദ്ദേഹം. ഈ സമ്പന്നതയുടെ അവകാശമൊക്കെ സ്വന്തമാക്കുവാനായിട്ട് അവസരമുണ്ടായിരുന്നു വിശുദ്ധന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു: ദൈവത്തെ സ്നേഹിക്കുക, ആ സ്നേഹദൈവത്തെ സമൂഹത്തിന് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ഈ ഒരു ആഗ്രഹം മനസ്സിൽ പേറിക്കൊണ്ട് അദ്ദേഹം റോമിൽ ഒരു പ്രഭുവിൻ്റെ ഭവനത്തിൽ അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുവാനും ഒപ്പം തന്നെ ഉപരിപഠനത്തിനുമായിട്ട് പോയി. അങ്ങനെ ഉപരിപഠനം തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലുമൊക്കെ പഠനം നടത്തി. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വലിയൊരു എളിമയുടെ ഉടമയായിരുന്നു. ദൈവമാണ് എനിക്കെല്ലാം ചെയ്തു തരുന്നത്, ഞാൻ വെറും നിസ്സാരനാണ് എന്നൊരു ചിന്ത, ആ വലിയൊരു ചിന്ത മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു അൽമായനായിട്ട് തുടരാൻ ആഗ്രഹിക്കുക. ഒരു പുരോഹിതനാകുന്നത് പോലും ഈ എളിമയെ ബാധിക്കുമോ എന്നൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കടന്നുകൂടി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആത്മീയ പിതാവിൻ്റെ ഉപദേശം അങ്ങനെ ദൈവം വഴി നടത്തുന്നത് അങ്ങനെ. പ്രവാചകരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സാമുവേലിനെ തിരഞ്ഞെടുക്കുന്നത് പ്രവാചകൻ്റെ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്, അവിടെ ഒരു വഴി നടത്തലുണ്ട്. ഇനി വീണ്ടും സാമുവേൽ എന്ന് വിളിക്കപ്പെട്ടാൽ നീ ദൈവത്തോട് ഇപ്രകാരം പറയണം: അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു, അരുളി ചെയ്താലുമെന്ന്.
പ്രിയമുള്ളവരെന്ന് പറഞ്ഞതുപോലെ തൻ്റെ ആത്മീയ പിതാവിൻ്റെ ഉപദേശത്തെ സ്വീകരിച്ചുകൊണ്ട് 36-ാമത്തെ വയസ്സിൽ വിശുദ്ധ ഫിലിപ്പ് നേരി വൈദികനായി. ഇദ്ദേഹത്തിൻ്റെ വൈദിക ജീവിത പരിശീലന കാലഘട്ടത്തിലും പഠന കാലഘട്ടത്തിലും കുഞ്ഞുനാളിലുമൊക്കെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു പുണ്യം എന്നത് ദൈവ സന്നിധിയോട് ചേർന്നിരിക്കുവാനുള്ള അതിയായ ആഗ്രഹമാണ്. 18 വയസ്സായതിനു ശേഷമൊക്കെ ഇദ്ദേഹം രാത്രിയിൽ 7ഓളം പള്ളികളിൽ സന്ദർശിച്ച് പ്രാർത്ഥന നടത്തിയിരുന്നു. അങ്ങനെ 40 മണി ആരാധനയൊക്കെ ആരംഭിക്കുന്നത് ഇദ്ദേഹമാണ്. അതായത് കുഞ്ഞുനാൾ മുതൽ ദൈവത്തോട് ചേർന്നിരിക്കുവാനായിട്ടുള്ള വലിയൊരാഗ്രഹം, ആ ആഗ്രഹത്തെ വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിലൂടെ, ദിവ്യകാരുണ്യ സാന്നിധ്യത്തിലൂടെ, സക്രാരിയുടെ മുൻപിലുള്ള ആരാധനയിലൂടെ തമ്പുരാനോട് ചേർന്നിരുന്നു കൊണ്ട് അവിടുത്തെ ആ സ്നേഹം പങ്കുവയ്ക്കുക. സക്രാരിയാകുന്ന ആത്മീയ തീക്കട്ടയോട് ചേർന്നിരിക്കുമ്പോൾ ശരീരത്തിന്, മനസ്സിന്, ആത്മാവിന് ലഭിക്കുന്ന ആ ഒരു ദൈവിക അനുഭൂതി സ്വന്തമാക്കിയ ഒരു വിശുദ്ധൻ. വിശുദ്ധൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്തിരുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം ദൈവസന്നിധിയോട് ചേർന്നിരുന്നു, ദേവാലയത്തോട്, സക്രാരിയോട് ചേർന്നിരുന്നു. 2, അദ്ദേഹം ആശുപത്രികൾ സന്ദർശിച്ചിരുന്നു. അവിടെ രോഗികളെ ശുശ്രൂഷിക്കുവാനായിട്ട് അദ്ദേഹം വലിയൊരു മനസ്സ് കാണിച്ചു. പ്രിയമുള്ളവരെ, 1550 അദ്ദേഹം പുരോഹിതനായതിനു ശേഷം ഒരു ആശുപത്രി സ്ഥാപിച്ചു. ആ ആശുപത്രിയിൽ എല്ലാ ദിവസവും ഇദ്ദേഹം പോകുമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ജീവിത അവസാന നാളുകൾ വരെ എല്ലാ ദിവസവും പോകുമായിരുന്നു. രോഗികളെ ശുശ്രൂഷിക്കുമായിരുന്നു. അവരോട് സ്നേഹത്തോടെ, കരുതലോടെ, വാത്സല്യത്തോടെ പെരുമാറുമായിരുന്നു. വിശുദ്ധൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ വീണ്ടും കടന്നു വരുമ്പോൾ കുഞ്ഞുനാൾ മുതലുള്ള ഈ വിശുദ്ധ കുർബാനയോടുള്ള അതിയായ ഒരു സ്നേഹവും ഭക്തിയുമൊക്കെ അദ്ദേഹം ചൊല്ലുന്ന വിശുദ്ധ കുർബാനയിൽ അത് അനുഗ്രഹമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മളിപ്രകാരമാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലൂടെ കാണുന്നത്. വിശുദ്ധ കുർബാനയുടെ സമയത്ത് അദ്ദേഹം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിരുന്നു. 2-2.5 മണിക്കൂറോളം വരെ ദൈർഘ്യമുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശുദ്ധ കുർബാനകളെന്നൊക്കെ ചരിത്രം സാക്ഷ്യപ്പെടുത്തി. അതിനാൽ തന്നെ സ്വന്തമായിട്ട്, പ്രൈവറ്റായിട്ടായിരുന്നു അദ്ദേഹം വിശുദ്ധ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത്. പ്രിയമുള്ളവരെ, യാക്കോബ് ശ്ലീഹയുടെ ലേഖനം ഓർമ്മപ്പെടുത്തുക, നിന്റെ ദൈവമായ കർത്താവിനോട് നീ എത്രത്തോളം അടുത്തിരിക്കുന്നു അത്രത്തോളം ദൈവം നിന്നോട് ചേർന്നിരിക്കും. അപ്പം ദൈവത്തോട് പ്രാർത്ഥനയിലൂടെ ചേർന്നിരുന്ന ഈ വിശുദ്ധൻ്റെ ജീവിതം ദൈവത്തെ പകർന്നു കൊടുക്കുന്ന ജീവിതമായിട്ട് മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ പക്കൽ കുമ്പസാരിക്കുവാനായിട്ട്, ആത്മീയ ഉപദേശം തേടുവാനായിട്ട് ഒത്തിരി ആളുകൾ വരുമായിരുന്നു. വിശുദ്ധൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആത്മീയ ഗുണം എന്ന് പറയുന്നത് എല്ലാവരോടും വലിയൊരു സ്നേഹമുണ്ടായിരുന്നു, ഒരു കരുതലുണ്ടായിരുന്നു. ആരെയും മാറ്റി നിർത്തണില്ല. സുവിശേഷത്തിൽ ഈശോ അങ്ങനെയല്ലേ, ആരെയും മാറ്റി നിർത്തുന്നില്ല. സമൂഹം മാറ്റി നിർത്തിയവരെ ചേർത്ത് വെച്ച്, ഒറ്റപ്പെട്ടു പോയവരെ പരിഗണിച്ച്, വേദനിക്കുന്നവരെ ആശ്വസിപ്പിച്ച്, അതുതന്നെ ജീവിതത്തിൽ ഇദ്ദേഹം പ്രാവർത്തികമാക്കുകയാണ്. ആശുപത്രികളിൽ ചെന്ന് രോഗികളായിട്ടുള്ളവരെ, ഭവനങ്ങളിൽ നിന്നും കൂടെ നിൽക്കാൻ ആരുമില്ലാത്തവരെ ഒക്കെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കുന്നു, പരിചരിക്കുന്നു. അവരോട് ദൈവത്തിൻ്റെ ഒരു കരുണയുടെ മുഖം കാണിച്ചു കൊടുക്കുക. പ്രിയമുള്ളവരെ, അങ്ങനെ വിശുദ്ധമായ ജീവിതം നയിച്ച വിശുദ്ധൻ ഒറട്ടോറിയൻ സഭയൊക്കെ സ്ഥാപിക്കുകയാണ്. അങ്ങനെ 1515 ഫ്ലോറൻസിൽ ഉദിച്ച ആ ദീപം 1595 മെയ് 26 സ്വർഗീയ സമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 1622 ഗ്രിഗറി 15 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് നാമകരണം ചെയ്തു. ഈശോയിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ ജീവിതത്തിലൂടെ
വായിച്ചു പോയപ്പോൾ, ജീവചരിത്രത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചപ്പോൾ, ഈ ആത്മീയ ജീവിതത്തെ ദൈവജനത്തോട് എപ്രകാരം പങ്കുവയ്ക്കണമെന്ന് ധ്യാനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള ജീവിതത്തിലെ ഏതാനും ചില ആത്മീയ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നാം അനുവർത്തിക്കേണ്ട ചില ആത്മീയ മൂല്യങ്ങളെക്കുറിച്ചുള്ള വലിയൊരു ജീവിത മാതൃക ഈ വിശുദ്ധനിൽ കാണാനായിട്ട് പറ്റി. കുഞ്ഞുനാൾ മുതൽ മാതാപിതാക്കളോടുള്ള വിധേയത്വം, അവരോടുള്ള അനുസരണം. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ഒരു ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്നിരിക്കുക, ആ ദൈവത്തോട് നമ്മളെ ചേർത്തിരുത്തുന്ന മാതാപിതാക്കളെ കൺകണ്ട ദൈവങ്ങളായിട്ട് കാണുക. നമുക്കറിയാം, മാതാപിതാക്കളോട് വിധേയപ്പെട്ട് ചേർന്നിരിക്കുന്ന എത്രയോ മക്കൾ അനുസരണത്തോടെ, വിധേയത്വത്തോടെ, എളിമയോടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നവർ. പ്രിയമുള്ളവർ, ഓർക്കണം കേട്ടോ, നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത്, ജോലി, അതിലേറെ നമുക്ക് വേണ്ടത്, കുടുംബത്തിൽ വേണ്ടത് എന്താ? സന്തോഷമാണ്, സംതൃപ്തിയാണ്, പരസ്പര സ്നേഹമാണ്. മക്കൾ മാതാപിതാക്കളോട് ആ സ്നേഹത്തിൽ വർത്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ആ കുടുംബമല്ലേ നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിൽ രൂപാന്തരപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ വിശുദ്ധനോട് നമ്മൾ മാധ്യസ്ഥം യാചിക്കുമ്പോൾ നമ്മുടെ മക്കളെയൊക്കെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇന്നൊത്തിരി മാതാപിതാക്കൾ സങ്കടത്തോടെ പറയുന്ന കാര്യമാണ്, അച്ഛാ മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എന്തു പറ്റി അച്ഛാ? പല പല തിന്മകളിലേക്ക്, തെറ്റുകളിലേക്ക് വീണു പോകുന്നുണ്ട്, പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കളെയൊക്കെ നമുക്കൊന്ന് സമർപ്പിക്കുക, മാതാപിതാക്കളോട് വിധേയപ്പെട്ട് ജീവിക്കുവാൻ. എൻ്റെ സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, മറ്റൊരു ചിന്ത ഇതുമായിട്ട് ചേർത്ത് വയ്ക്കുക. അച്ഛൻ, മാതാപിതാക്കൾ ഈ ലോകത്തിൽ നമുക്ക് സ്നേഹിക്കാനായിട്ട് ദൈവം നൽകിയത്, നമ്മെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരവർ. അവരെ വേദനിപ്പിക്കരുത്, സങ്കടപ്പെടുത്തരുത്. അപ്പനോടും അമ്മയോടും പറയാൻ പാടില്ലാത്ത ഒരു രഹസ്യവും ജീവിതത്തിലുണ്ടാകരുത്. മാതാപിതാക്കളോട് ചേർന്ന് നിൽക്കാം. വിശുദ്ധിയിലേക്ക്, നന്മയിലേക്ക് നമ്മളെ ചേർത്ത് വയ്ക്കും നമ്മുടെ എല്ലാ മാതാപിതാക്കളും. എത്ര കൃപ നിറഞ്ഞ ജീവിതം നയിച്ചിട്ടാണ് നമ്മുടെ എല്ലാ മാതാപിതാക്കളും ജീവിക്കുന്നത്. അപ്പം നമ്മുടെ മാതാപിതാക്കളോട് ചേർന്നിരിക്കാനുള്ള വലിയൊരു ഒരു പ്രചോദനം ഈ വിശുദ്ധൻ്റെ ജീവിത മാതൃക നമുക്ക് നൽകുകയാണ്. വീണ്ടും വിശുദ്ധനെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും എടുത്തു പറയുന്നത് അദ്ദേഹത്തിൻ്റെ എളിമയെക്കുറിച്ച്. ഞാൻ കേവലം നിസ്സാരനാണ്, ഞാൻ ഒന്നുമല്ല, എൻ്റെ ദൈവമാണ് എന്നെ വളർത്തുന്നതും. ഫിലിപ്പി 4:13 ലേഖനം, എന്നെ ശക്തനാക്കുന്നവനിലൂടെയാണ് ഞാനെല്ലാം ചെയ്യുന്നത്. ഞാൻ കേവലം നിസ്സാരനായ മനുഷ്യൻ. ജീവിതത്തിൽ ഒത്തിരിയധികം നന്മകൾ ചെയ്തിട്ടുള്ളവൻ, ഒത്തിരി പേരുടെ ജീവിതങ്ങൾക്ക് ആശ്വാസം പകർന്നു നൽകിയവൻ, തൻ്റെ പ്രാർത്ഥനയിലൂടെ അനേകരെ ദൈവത്തിലേക്ക് നയിച്ച, വിശുദ്ധമായ ജീവിതം നയിച്ച ഫിലിപ്പ് നേരി പുണ്യവാളൻ പറയുകയാണ്, ഞാൻ കേവലം നിസ്സാരനാണ്. മറ്റുള്ളവരാൽ അറിയപ്പെടുവാനായിട്ട് ആഗ്രഹിക്കാതെ ഇതാ തൻ്റെ ജീവിതം വലിയ ദൈവകൃപയാൽ നയിക്കപ്പെടുന്നതാണ് എന്ന് മറ്റുള്ളവർ പറയാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹം തെരുവീതികളിലൂടെ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു നടന്നു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപി ഞാനാണ്. അതായത് ദൈവസന്നിധിയിൽ എളിമയോടെ ജീവിക്കുവാനായിട്ട് ഏറ്റവും അധികം പരിശ്രമിച്ച ഒരു വിശുദ്ധൻ. ഒപ്പം തന്നെ ആ ഒരു പുണ്യത്തിലേക്ക് നയിച്ചത് ദൈവത്തോട് ചേർന്നിരുന്നുള്ള ഒരു ജീവിതം, വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിതം, അൾത്താര കേന്ദ്രീകൃതം, ദേവാലയം കേന്ദ്രീകൃതമായ ഒരു ജീവിതം. പ്രിയമുള്ള സഹോദരങ്ങളെ, ലൂക്ക 1:37 നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. ആ ദൈവത്തോട് എന്നെ ചേർത്തിരുത്തുന്ന ദൈവ സാന്നിധ്യം നിറഞ്ഞു തുളുമ്പി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വിശുദ്ധ കുർബാനയോട് ഞാൻ ചേർന്നിരിക്കണം, ദേവാലയത്തോട്, സക്രാരിയോട് ചേർന്നിരിക്കണം എന്ന വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് വിശുദ്ധം നൽകുന്നത്. അൾത്താരയ്ക്ക് എടുത്തു മാറ്റാൻ പറ്റാത്ത യാതൊരു സങ്കടവും, യാതൊരു പ്രയാസവും, ഒരു പ്രതിസന്ധിയും നമ്മുടെ ജീവിതത്തിലില്ല. കാരണം അൾത്താരയിൽ, സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്നത് ജീവിക്കുന്ന ക്രിസ്തു. ആ ഒരു വിശ്വാസത്തിലേക്ക്, ബോധ്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഈ വിശുദ്ധൻ ജീവിച്ച ഈ ജീവിത മാതൃക നമുക്ക് പ്രചോദനമാണ്. വിശുദ്ധ കുർബാന 2-2.5 മണിക്കൂറോളം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അനുസ്മരിച്ച് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ച ചൈതന്യമാണ്
മറ്റ് ശുശ്രൂഷകളിലേക്ക് വിശുദ്ധനെ നയിച്ചത്, ആ ദൈവസ്നേഹത്തെ അനേകരിലേക്ക് പകർന്നു കൊടുക്കുവാൻ പ്രചോദനമായത്. പ്രിയരെ, അൾത്താര കേന്ദ്രീകൃതമാകുന്ന നമ്മുടെ ജീവിതം, വിശുദ്ധ ബലി കേന്ദ്രീകൃതമാകുന്ന ജീവിതം, ആ വിശുദ്ധിയിലേക്ക്, ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക്, പൂർണ്ണതയിലേക്കുള്ള ഒരു പ്രയാണമാകട്ടെ. ഒപ്പം കൂടെയുള്ളവരെയും സ്നേഹിക്കുന്ന, പരിഗണിക്കുന്ന, മനസ്സിലാക്കുന്ന, ചേർത്തു നിർത്തി ദൈവത്തിങ്കലേക്ക് നയിക്കുന്ന ഒരു ജീവിതം നാം ഓരോരുത്തരും നയിക്കണമെന്ന് ഇന്നത്തെ ഈ ചിന്തകളിലൂടെ, വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ ജീവിതത്തിലൂടെ ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കും പ്രാർത്ഥിക്കാം. കാലഘട്ടത്തിൻ്റെ ദൈവസ്വരമാകുവാൻ ദൈവം അയച്ചിരിക്കുന്ന ഓരോ വിശുദ്ധരെക്കുറിച്ചും നമ്മൾ ധ്യാനിച്ചു പോകുമ്പോൾ, ചിന്തിച്ചു പോകുമ്പോൾ അതൊരു ഓർമ്മപ്പെടുത്തില്ല. ഇന്നിൻ്റെ ദൈവസ്വരമാകുവാൻ ദൈവം വിളിച്ചിരിക്കുന്നത് എന്നെയും നിങ്ങളെയുമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. പ്രിയമുള്ളവരെ, നമുക്കും സാധിക്കും ആത്മീയമായ പ്രാർത്ഥനയിലൂടെ, ദൈവസന്നിധിയിൽ ചേർന്നിരിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തെയും ഒന്ന് പരുവപ്പെടുത്തിയെടുക്കുക, പാകപ്പെടുത്തി അല്പം കൂടെ മെച്ചപ്പെട്ട ഒരു ജീവിതം, അല്പം കൂടി ഒരു കൃപ നിറഞ്ഞ ജീവിതം, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, പരിഗണിക്കുന്ന ജീവിതം. അതാണല്ലോ വിശുദ്ധൻ കാണിച്ചു തന്ന മാതൃക. 40 മണി ആരാധന, അതായത് ദൈവസന്നിധിയോട് ചേർന്നിരിക്കുവാനായിട്ടുള്ള അതിയായ ആഗ്രഹം, വിശുദ്ധ കുർബാനയോട്, അൾത്താരയോട് വലിയൊരു അടുപ്പം, ഒരു ഭക്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളർത്തിക്കൊണ്ടുവരാം. സ്ലീഹന്മാർ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. നാഥ, കൂടെ വസിക്കണമേ, ലോർഡ് സ്റ്റേ വിത്ത് us, അത് ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകണമേ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായാൽ മതി, മറ്റെല്ലാം ക്രമീകരിക്കപ്പെടും. നോക്കിയ സങ്കടത്തോടെ എല്ലാം ഉപേക്ഷിച്ച് പഴയ ജീവിതത്തിലേക്ക് പോയവരുടെ സാന്നിധ്യത്തിലേക്ക്, അടുക്കലേക്ക് ദൈവം കടന്നു വരികയാണ്. ദൈവം കടന്നു വന്നു. ഇതാ, രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടാതെ സങ്കടത്തിലായിരിക്കുന്നവരോട് തോണിയുടെ വലതുവശത്ത് വലയെറിയാൻ പറഞ്ഞു. അവർ വലയെറിഞ്ഞ് ഇതാ മത്സ്യവുമായിട്ട് കരയിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് വേണ്ടതൊരുക്കി, പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ദൈവം. ഓർക്കണം, ദൈവം കൂടെ ഉണ്ടായാൽ മാത്രം മതി, ബാക്കിയെല്ലാം ക്രമീകരിക്കപ്പെട്ടുകൊള്ളും. അൾത്താരയിൽ ദൈവത്തെ നമുക്ക് സ്വന്തമാക്കാം, സക്രാരിയോട് ചേർന്നിരിക്കാം, വിശുദ്ധ കുർബാനയോട് ചേർന്നിരിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതവും ക്രിസ്തു കേന്ദ്രീകൃതമാകുമ്പോൾ കൃപയിലേക്കും അഭിഷേകത്തിലേക്കും നയിക്കപ്പെടുമെന്നതിൽ സംശയമില്ല. വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ ജീവിതം നമുക്ക് നൽകുന്ന മാതൃകയും അത് തന്നെയാണ്. ദൈവത്തോട് ചേർന്നിരിക്കുക, മറ്റെല്ലാം ദൈവം നമുക്ക് കൂട്ടിച്ചേർത്ത് തരും. എളിമയും ഹൃദയവിശുദ്ധിയും നന്മയുമുള്ള നല്ല വ്യക്തികളായിട്ട് ജീവിക്കുവാൻ ഈ വിശുദ്ധൻ്റെ ജീവിത മാതൃക നമുക്ക് പ്രചോദനമാകട്ടെ. വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.